നമസ്കാരം, ടോപ്പ് റാങ്ക് ലൈഫിന്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ചർച്ച ചെയ്യുന്നത്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അഥവാ AI അതിവേഗത്തിലുള്ള വളർച്ച പല മേഖലകളിലും നമ്മുടെ തൊഴിൽ അവസരങ്ങളൊക്കെ നഷ്ടമാകുന്നുണ്ടോ എന്നൊരു ആശങ്ക ഒരുപാട് ആളുകൾ പങ്കുവച്ചിരുന്നു. അപ്പോൾ പ്രത്യേകിച്ചും കേരളത്തിലെ സർക്കാർ മേഖലയിലും ഇത് തൊഴിൽ നഷ്ടത്തിന് കാരണമാകുമോ ഇല്ലയോ എന്നൊക്കെയുള്ള ഒരു ആശങ്ക എല്ലാവർക്കും ഉണ്ട്. PSC പരീക്ഷ എഴുതി ജോലിക്ക് കാത്തിരിക്കുന്നവരാണ് അവരിൽ ഭൂരിഭാഗം ആൾക്കാരും. ഇത് അവരുടെ അവസരങ്ങളെ ബാധിക്കുമോ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ വ്യാപകമായിക്കൊണ്ടിരിക്കുന്ന ഈ സമയത്ത് ഈ ആശങ്കകൾക്ക് ഒരു വ്യക്തമായ മറുപടി നൽകാനാണ് നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിലൂടെ ശ്രമിക്കുന്നത്. ഓക്കെ, അപ്പോ ചരിത്രപരമായിട്ടൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം, ഓരോ സാങ്കേതിക വിദ്യയുടെ കടന്നുവരവും നമ്മുടെ തൊഴിൽ മേഖലയിലൊക്കെ മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട്. ഇപ്പൊ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ കമ്പ്യൂട്ടറുകളൊക്കെ വന്നപ്പോഴും ഇതേ ആശങ്കകൾ ഉണ്ടായിരുന്നു. പക്ഷെ എന്നാ സംഭവിച്ചത് എന്താ? പുതിയ ജോലികളൊക്കെ നമുക്ക് സൃഷ്ടിക്കപ്പെട്ടു അല്ലെ. നിലവിലുള്ള ജോലികളുടെ സ്വഭാവമൊക്കെ മാറി. അപ്പൊ അതുപോലെ തന്നെയാണ് AI സമാനമായ ഒരു മാറ്റമാണ് ഇനി കൊണ്ടുവരാനിരിക്കുന്നത്. AI പ്രധാനമായും ചെയ്യുന്നത് നമ്മുടെ ഈ ആവർത്തന സ്വഭാവമുള്ള, അതായത് ഈ റിപ്പീറ്റേറ്റീവ് ജോലികൾ ഓട്ടോമേറ്റ് ചെയ്യുക എന്നുള്ളതാണ് AI പ്രധാനപ്പെട്ട ഒരു ജോലി എന്ന് പറയുന്നത്. വിവരങ്ങളുടെ വിശകലനം, അതുപോലെ ഡേറ്റ എൻട്രി, ചിലതരം കസ്റ്റമർ സപ്പോർട്ട് തുടങ്ങിയ മേഖലകളിലൊക്കെ ഈ AI കാര്യക്ഷമത നമുക്ക് വർദ്ധിപ്പിക്കാനായിട്ട് സാധിക്കും. എന്നാൽ മനുഷ്യന്റെ സർഗാത്മകതയോ വൈകാരിക ബുദ്ധിയെയോ പ്രശ്നപരിഹാര ശേഷിയോ അതുപോലെ തന്നെ തന്ത്രപരമായിട്ടുള്ള ഈ തീരുമാനങ്ങളൊക്കെ എടുക്കാനുള്ള കഴിവൊക്കെ ഉണ്ടല്ലോ, എന്നിവയ്ക്ക് ഒന്നും AI ഒരു ബദലല്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. പൊതുവെ AI ജോലികളെ ഇല്ലാതാക്കുന്നതിനേക്കാൾ കൂടുതൽ ജോലികളുടെ സ്വഭാവം മാറ്റുകയും അതുപോലെ തന്നെ പുതിയ തൊഴിലവസരങ്ങളൊക്കെ സൃഷ്ടിക്കുകയും ചെയ്യുമെന്നാണ് നമ്മുടെ പഠനങ്ങളൊക്കെ ഇപ്പൊ പറയുന്നത്. ഓക്കെ, പിന്നെ ഇനി നമുക്ക് നേരെ കേരള സർക്കാർ AI എങ്ങനെയാ കാണുന്നതെന്ന് നോക്കാം. നമ്മുടെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ഉൾപ്പെടെയുള്ളവർ പല വേദികളിലും പ്രസംഗിക്കുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ട്. അദ്ദേഹം AI കുറിച്ച് പറയാറുള്ളത്, അദ്ദേഹത്തിന്റെ സർക്കാരിന്റെ കാഴ്ചപ്പാട് അദ്ദേഹം വ്യക്തമാക്കി പറയുന്നുണ്ട്. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, കേരളം AI ഒരു ഭീഷണിയായല്ല കാണുന്നത്, മറിച്ച് നമ്മുടെ സംസ്ഥാനത്തിന്റെ വികസനത്തിനുള്ള ഒരു ഉപാധിയായിട്ടാണ് കാണുന്നത്. അതുപോലെ തന്നെ AI സാങ്കേതിക വിദ്യയെ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ ഭരണ നിർവഹണം കൂടുതൽ കാര്യക്ഷമമാക്കാനും അതുപോലെ ജനങ്ങൾക്ക് മികച്ച സേവനങ്ങൾ നൽകാനുമാണ് നമ്മുടെ സർക്കാർ ലക്ഷ്യമിടുന്നത്. സർക്കാർ വകുപ്പുകളിൽ നമ്മുടെ AI ഉപയോഗിച്ച് 100-ലധികം സേവനങ്ങൾ ഏകീകരിച്ച് കാര്യക്ഷമമാക്കാനും പദ്ധതി ഉള്ളതായിട്ടാണ് അറിയപ്പെടുന്നത്. അതുപോലെ തന്നെ റവന്യൂ വകുപ്പിലേക്ക് സേവനങ്ങൾ, അതുപോലെ സ്കോളർഷിപ്പ് വിതരണം, പിന്നെ ക്ഷേമ പെൻഷനുകൾ, ഇങ്ങനെയൊക്കെയുള്ള, അതുപോലെ KSRTC ടിക്കറ്റ് ബുക്കിംഗ് തുടങ്ങിയവയൊക്കെ ഉണ്ടല്ലോ, ആ മേഖലകളിലൊക്കെ AI ഉപയോഗിക്കാനും ആലോചിക്കുന്നുണ്ട് കേട്ടോ. AI ഉപയോഗിച്ച് നമ്മുടെ ട്രാഫിക് നിയന്ത്രണം, ആശുപത്രിയുടെ മാനേജ്മെന്റ്, അതുപോലെ മൃഗസംരക്ഷണം തുടങ്ങിയ 25ഓളം സർക്കാർ സേവന മേഖലകൾ ഇതിനകം നമുക്ക് തിരിച്ചറിയപ്പെട്ടിട്ടുണ്ട്. ഇത് ജോലികൾ ഇല്ലാതാക്കുന്നതിന് പകരം നിലവിലുള്ള നമ്മുടെ ജോലികളെ കൂടുതൽ എളുപ്പമാക്കാനും അതുപോലെ തന്നെ വേഗത്തിലാക്കാനും ഒക്കെയാണ് സഹായിക്കുന്നത്. പിന്നെ പുതിയ AI നയം രൂപീകരിക്കാൻ, അതുപോലെ AI ക്ലസ്റ്ററുകൾ സ്ഥാപിക്കാൻ, അതുപോലെ അങ്ങനെയൊക്കെയുള്ള ചില നീക്കങ്ങൾ സർക്കാർ നടത്തുന്നുണ്ട്. ഇത് AI നമുക്ക് പുതിയ സ്റ്റാർട്ടപ്പുകൾക്കും ഗവേഷണങ്ങൾക്കും ഒക്കെ പ്രോത്സാഹനം നൽകാനായിട്ട് സഹായിക്കും. നമ്മുടെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ, അതായത് പ്രധാനപ്പെട്ട ആശങ്ക എന്ന് പറയുന്നത് ഇത് PSC നിയമനങ്ങളെ എങ്ങനെ ബാധിക്കും എന്നുള്ളതാണ്. നിലവിൽ സർക്കാർ മേഖലയിൽ ജോലി ചെയ്യുന്നവർക്ക് AI കാരണം തൊഴിൽ നഷ്ടം ഉണ്ടാകാനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം നമുക്ക് സർക്കാർ ജോലികൾ പലപ്പോഴും മനുഷ്യന്റെ ഇടപെടൽ അനിവാര്യമായിട്ടുള്ള ഒരു ഘടകം അല്ലെ, അനിവാര്യമായിട്ട് നിയമപരവും പിന്നെ അതുപോലെ നയപരമായ തീരുമാനങ്ങളൊക്കെ ഉൾപ്പെടുന്നവയാണ്. മനുഷ്യന്റെ ബുദ്ധി വേണ്ട സാഹചര്യങ്ങളാണ്. അതുപോലെ തന്നെ PSC വഴി നിയമനം കാത്തിരിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ചില തസ്തികകളിൽ AI സ്വാധീനം ഉണ്ടാകാം. ഉദാഹരണത്തിന് ഇപ്പം ഡേറ്റ എൻട്രി, അതുപോലെ ക്ലറിക്കൽ ജോലികൾ എന്നിവയിൽ AI സഹായം വരുന്നത് ഈ ജോലികളുടെ എണ്ണം കുറയ്ക്കാൻ സാധ്യതയുണ്ട് എന്ന് ചില റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുവെങ്കിലും ഇത് പൂർണ്ണമായും ഇല്ലാതാക്കലല്ല, മറിച്ച് ജോലിയുടെ സ്വഭാവത്തിലുള്ള ഒരു മാറ്റമാണ് അവിടെ സൃഷ്ടിക്കപ്പെടുന്നത്. സർക്കാർ സേവനങ്ങൾ കൂടുതൽ വിപുലമാകുമ്പോൾ പുതിയ തരം ജോലികൾ ഉണ്ടാകാനുള്ള സാധ്യതയും ഉണ്ട്. അപ്പോൾ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ AI സിസ്റ്റങ്ങളെ നിരീക്ഷിക്കുക, അവയെ നിയന്ത്രിക്കുക, അതുപോലെ പരിപാലിക്കുക, പുതിയ തസ്തികൾ, ഇങ്ങനെയുള്ള പുതിയ 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 തസ്തികൾ ആവശ്യമായിട്ട് വരും. പിന്നെ സൈബർ സുരക്ഷ, ഡേറ്റ അനാലിസിസ്, AI എത്തിക്സ് തുടങ്ങിയ മേഖലകളിലൊക്കെ പുതിയ പുതിയ അവസരങ്ങളൊക്കെ വരും.
പിന്നെ കേരള PSCയുടെ നിലവിലെ വിജ്ഞാപനങ്ങളും അതുപോലെ നിയമന രീതികളും പരിശോധിക്കുമ്പോൾ എയുടെ നേരിട്ടുള്ള സ്വാധീനം നിലവിൽ പ്രകടമല്ല. PSC നിയമനങ്ങളിൽ കുറവ് വരുന്നുണ്ടെങ്കിൽ അത് കാരണം മാത്രവും അല്ല, മറ്റു പല കാരണങ്ങൾ, സാമ്പത്തികപരമായിട്ടും ഭരണപരമായിട്ടുള്ള കാരണങ്ങളൊക്കെ അതിനകത്ത് ഉണ്ടാകും. സർക്കാർ പിന്നെ അതുപോലെ ജനങ്ങൾക്ക് സേവനങ്ങൾ നൽകുന്നത് തുടരുന്നിടത്തോളം കാലം എന്തുണ്ടാവും, മനുഷ്യന്റെ ഇടപെടൽ ആവശ്യമായ തസ്തികകൾ നിലനിൽക്കുക തന്നെ ചെയ്യും. ഓക്കെ, പിന്നെ എന്നത് മനുഷ്യന്റെ കഴിവിനെ വർദ്ധിപ്പിക്കാനുള്ള ഒരു ഉപകരണമായിട്ടാണ് നമ്മുടെ സർക്കാർ കാണുന്നത്, അല്ലാതെ മനുഷ്യനെ മാറ്റി നിർത്തി പ്രവർത്തിക്കാനുള്ള ഒന്നായിട്ടല്ല കേട്ടോ. അപ്പൊ അതുപോലെ തന്നെ നമ്മുടെ ഈ സാഹചര്യത്തില് PSC ഉദ്യോഗാർത്ഥികൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ? നമ്മുടെ പുതിയ പുതിയ കഴിവുകൾ നേടുക. അതായത് AI, ഡേറ്റ സയൻസ്, സൈബർ സുരക്ഷ, അതുപോലെ ഡിജിറ്റൽ സാക്ഷരത തുടങ്ങിയ മേഖലകളിൽ നമുക്കൊരു ബേസിക് ആയിട്ടുള്ള ഒരു നോളജ് നേടുന്നത് എന്ത് ചെയ്യും, ഭാവിയിൽ നമുക്കത് ഗുണമാവും. സർക്കാർ തന്നെ നമ്മുടെ AI കേന്ദ്രീകൃത കോഴ്സുകളും പരിശീലന പരിപാടികളും ഒക്കെ ഒരുപാട് കൊണ്ടുവരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുക, മാറ്റങ്ങൾ ഉൾക്കൊള്ളുക. ജോലിയുടെ സ്വഭാവം മാറുമ്പോൾ അതിനനുസരിച്ച് നമ്മൾ സ്വയം മാറാനായിട്ട് തയ്യാറാകുക. പുതിയ സാങ്കേതിക വിദ്യകൾ പഠിച്ച് നമ്മുടെ കഴിവുകൾ വികസിപ്പിക്കുക. അതുപോലെ ആവശ്യമില്ലാത്ത ആശങ്കകളൊക്കെ ഒഴിവാക്കുക. പിന്നെ അനാവശ്യമായ ആശങ്കകളൊക്കെ ഒഴിവാക്കി എന്ത് ചെയ്യുക, പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. PSC നിയമനങ്ങൾ പഴയതുപോലെ തന്നെ തുടരും, എന്നാൽ ചില തസ്തികകളിലൊക്കെ മാറ്റങ്ങളൊക്കെ വരാം. പിന്നെ സർക്കാർ നയങ്ങൾ അതുപോലെ നിരീക്ഷിക്കുക. അതുപോലെ AI കുറിച്ച് സർക്കാർ നയങ്ങളും പുതിയ തൊഴിൽ സാധ്യതകളും ഒക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, ഡെയിലി ശ്രദ്ധിക്കുക. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ വിവിധ മേഖലകളിലുള്ള അവസരങ്ങളൊക്കെ സർക്കാർ മേഖലയിൽ മാത്രമല്ല സ്വകാര്യ മേഖലയിലും ഈ പറയുന്ന AI എന്ത് ചെയ്യുക, വലിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. പിന്നെ ചുരുക്കത്തിൽ പറഞ്ഞാൽ എന്താ, AI ഒരു ഭീഷണിയല്ല, മറിച്ച് എന്താ, അവസരങ്ങളുടെ ഒരു പുതിയ ലോകം തുറന്നു തരുന്ന ഒരു പുത്തൻ സാങ്കേതിക വിദ്യയാണ്. കേരള സർക്കാർ AI ഉത്തരവാദിത്തത്തോടെയും തൊഴിൽ സംരക്ഷണം ഉറപ്പാക്കിയും ഉപയോഗിക്കാനാണ് ശ്രമിക്കുന്നത്. അതിനാൽ PSC ഉദ്യോഗാർത്ഥികൾ ആശങ്കപ്പെടേണ്ട, ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് തന്നെ പോകുക. പുതിയ അറിവുകൾ നേടാനും മാറുന്ന സാഹചര്യങ്ങളോടൊക്കെ എന്ത് ചെയ്യും, പൊരുത്തപ്പെടാനും നിങ്ങൾ തയ്യാറാവുക. AI കാലഘട്ടത്തിലും നിങ്ങൾക്ക് ശോഭനമായ ഒരു ഭാവി ഉണ്ടാകും. അപ്പോ നിങ്ങൾക്ക് ഈ വിഷയത്തെ പറ്റി എന്തെങ്കിലുമൊക്കെ സംശയങ്ങൾ ഇനിയും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ചെയ്യാവുന്നതാണ്. അത്യാവശ്യം അറിയാവുന്ന രീതിയിലൊക്കെ അതിന് റിപ്ലൈ തരുന്നതുമാണ്. അപ്പോൾ മറ്റൊരു വിഷയത്തെക്കുറിച്ച് നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണാം. ബൈ.